ഇപ്പം ഞങ്ങളെ ഇത്രയും പേരെ ഒന്ന് പഠിപ്പിച്ച് ഈ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങളുടെ മിസ് എടുത്ത എഫേർട്ട് എത്രയെന്ന് ഞങ്ങൾക്ക് ടീച്ചറായപ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാൻ 2006 പഠനം നിർത്തിയിട്ട് പിന്നെ തുടങ്ങിയത് 2023 ജനുവരിയിലാണ്. അപ്പോൾ നമുക്കിവിടെ ഇവർക്ക് പഠിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് 4 സബ്ജക്റ്റുകളാണ് വരുന്നത്. ഒന്ന് ചൈൽഡ് സൈക്കോളജി, ദെൻ മോണ്ടിസറി ഫിലോസഫി ആൻഡ് മെത്തേഡ്സ്, പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ, പ്രീ സ്കൂൾ മാനേജ്മെൻറ്റ്. ഇങ്ങനെ 4 സബ്ജക്റ്റുകളാണ്. ചൈൽഡ് സൈക്കോളജി കുട്ടികളുടെ സൈക്കോളജിക്ക് പരമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ മോണ്ടിസോറി മെത്തേഡ്സ് ആൻഡ് ഫിലോസഫി, നമ്മുടെ മോണ്ടിസോറി മെത്തേഡ്സ് ആണല്ലോ ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ മെറ്റീരിയൽസിൻ്റെ യൂസേജ്, മോണ്ടിസോറി ആരാണ് ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. പിന്നെ പ്രീ സ്കൂൾ മാനേജ്മെൻറ്റ്, ഒരു പ്രീ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു പ്രീ സ്കൂൾ ഉണ്ടായിരിക്കുമ്പോൾ അതിലുണ്ടാകുന്ന റൂൾസുകൾ, അതേപോലെ പേപ്പർ വർക്കുകൾ എന്തൊക്കെയാണോ അതൊക്കെയാണ് അതിൽ വരുന്നത്. പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു പ്രീ സ്കൂളിൽ വരുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ NEP റൂൾ എന്താണ്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അതേപോലെയുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. നമ്മളൊരു ടീച്ചർ ആയിരിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളാണ്, അതായത് ഭയങ്കര നീഡ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വന്നിരിക്കുന്നത്. സോ ഞാൻ പഠിച്ചതിലേക്കായും കൂടുതൽ അതിൻ്റെ അത് കണ്ടൻറ് ഓറിയൻറ്റഡ് ആണ്. സോ എനിക്കത് നല്ല ടെക്സ്റ്റ് ബുക്കാണെന്ന് തോന്നിയിട്ടുണ്ട്. നമുക്കിവിടെ സൈക്കോളജി കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ടായിരുന്നല്ലോ, അപ്പം അതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, അത്ര ഡിഫിക്കൽട്ട് എന്നൊന്നും പറയാനില്ല. നമ്മളെല്ലാവരും ഇതിൽ വന്നിട്ടുള്ള ഭൂരിഭാഗം പേര് വീട്ടമ്മമാരാണ്. നമ്മൾ വീട്ടിൽ തന്നെ നമുക്കൊരു സൈക്കോളജി വേണം, കുറേ പേരെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ആ സൈക്കോളജിയും ഇവിടെ വന്ന് നമുക്ക് കിട്ടുന്ന സൈക്കോളജിയും കൂടെ ആയപ്പോൾ എൻ്റെ ലൈഫിലും ചേഞ്ചായി, എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളോടുള്ള എൻ്റെ ബിഹേവിയറിലും ചേഞ്ച് വന്നു. അത് ഇവിടുത്തെ സൈക്കോളജിയുടെ ഒരു പ്രത്യേകതയാണ്. അതെ, അത് പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേകതയാണ് അത് ആ ഒരു ക്ലാസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തരുന്ന ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മളുടെ ക്യാരക്ടർ വരെ ചേഞ്ച് ആവും, ഓട്ടോമാറ്റിക് ചേഞ്ച് ആവും. അതങ്ങനെയാണ്. അത് ഇവരുടെ ക്ലാസ് എടുക്കേണ്ട ഒരു പ്രത്യേകതയാണ്. എല്ലാവർക്കും എല്ലാ സൈക്കോളജി കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സൈക്കോളജി എന്ന് പറഞ്ഞ് മാത്രം ഒരു കോഴ്സ് വരുന്നുണ്ട്, പക്ഷെ അതിലൊന്നും ഞാൻ കയറി നോക്കിയിട്ട് എനിക്ക് ആ ഒരു ഫീൽ വന്നില്ല. പക്ഷെ ഇവിടുത്തെ സൈക്കോളജിയിൽ ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഓൾറെഡി ഞാൻ എല്ലാം അറിഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങൾ, അല്ലാതെ ഞാൻ വെറുതെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാൾ വന്നോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതല്ല. തീർച്ചയായിട്ടും, കാരണം നമ്മൾ കോഴ്സ് ഓൾറെഡി കഴിഞ്ഞൊരു ജോലിയിൽ പ്രവേശിച്ച ഒരാളാണല്ലോ, അപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് പഠിച്ചിട്ടാണല്ലോ ഇതിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അതിലുണ്ട് ഇനി ഈ പറഞ്ഞ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന സമയത്ത് പല ആൾക്കാരുടെയും ചോദ്യങ്ങൾ, അല്ലെങ്കിൽ അവർ എപ്പോഴും കൺഫ്യൂഷൻ നിൽക്കുന്ന ഇതാണ്: ഓൺലൈനിൽ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഓഫ്ലൈനിൽ നേരിട്ട് പോയി പഠിക്കുന്നതല്ലേ എപ്പോഴും നല്ലത് എന്നുള്ളതുണ്ടാവും. അപ്പോൾ ഓൺലൈൻ ഒരു കംപ്ലീറ്റ് കോഴ്സ് കഴിഞ്ഞ ഒരാളായതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ പഠന രീതികളും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയിരുന്നോ എന്നുള്ള കാര്യം? പറ്റിയിരുന്നു, കാരണം പല സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അവർക്ക് ഏത് ടൈം വേണമെങ്കിലും എടുത്ത് പഠിക്കാൻ പറ്റുന്നൊരു സിസ്റ്റമാണ് നമ്മുടെ ഉള്ളത്. ഓഫ്ലൈനിൽ നമുക്കൊരിക്കലും ഇതൊരു ഓൺലൈനാണെന്ന് ഫീൽ വരില്ല. കാരണം നമ്മൾ കയറിയിരിക്കുമ്പോൾ നമ്മൾ ഓൺലൈനിൽ ക്ലാസ് കേൾക്കുമ്പോൾ, റെക്കോർഡഡ് ക്ലാസ്സാണ് കേൾക്കുമ്പോൾ, നമുക്ക് ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കുമ്പോൾ മനസ്സിലായില്ല മിസ് എന്ന് നിന്നിട്ടെന്ന് പറയൂലേ, പക്ഷെ ഇത് നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് എത്ര തവണ വേണമെങ്കിലും ഈ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ നമുക്ക് ആ ഓൺലൈൻ എന്നുള്ള ഫീലേ പോവും. ആ ഓഫ്ലൈൻ ക്ലാസ്സിലിരിക്കുന്ന അതേ അച്ചടക്കത്തോടെ ചിട്ടയോടെ നമ്മൾ ആ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇത്ര ക്ലാസ് ഒന്നുണ്ട് ഓരോ വിഷയം, അതും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലല്ല ആ ക്ലാസ്സുകൾ പോകുന്നത്. വളരെ പക്വമായിട്ട് എല്ലാത്തിൻ്റെയും ഒരു ചെറിയ വേർഡ് വരെ മലയാളത്തിൽ നമുക്കത് പറഞ്ഞു തന്നെ. ഇനി അഥവാ അതിലേതെങ്കിലും വിട്ടാൽ നമുക്ക് കിട്ടിയില്ല, നമ്മൾ വിളിച്ച് ചോദിച്ചാൽ ആ സ്പോട്ടിൽ അവർ നമുക്കതിൻ്റെ മലയാളം എല്ലാവർക്കും പേടി ഇംഗ്ലീഷ് ക്ലാസ്സാണ്. ഇംഗ്ലീഷ് അവരെങ്ങനെ ഹാൻഡിൽ ചെയ്ത് തരും, എനിക്കത് വായിച്ചാൽ കിട്ടുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ നോർമലി എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള ഇംഗ്ലീഷാണ് ബുക്കിനകത്തുള്ളത്. അതുകൂടാണ്ട് തന്നെ അവർ പറയുമ്പോൾ കൂടുതലും ഇപ്പോൾ ഷറഫുദ്ദീൻ സാറൊക്കെയാണ് ക്ലാസ് എടുക്കുക. അദ്ദേഹത്തിൻ്റെ ക്ലാസ് എടുക്കൽ വളരെ രസകരമായ ക്ലാസ് എടുക്കലാണ്. മലയാളമാണ് കൂടുതൽ അദ്ദേഹം യൂസ് ചെയ്യുക, പക്ഷെ അത് ക്ലാസ് ഇങ്ങനെ പാഠം വായിച്ച് പറയുന്നൊരു സ്റ്റൈലല്ല സാറിന്. സാറ് ഇങ്ങനെ ഒരു കഥയിലൂടെ ആ ഭാഗത്തേക്ക് എത്തുന്നൊരു സ്റ്റൈലാണ് സാറിന്. ആ സ്റ്റൈൽ തന്നെയാണ് ഞാനും ഫോളോ ചെയ്യുന്നത്, കഥയിലൂടെ കൊണ്ടുപോകാം. അതാണ് രസം. അങ്ങനെ കേൾക്കാനാണ് നമുക്കും ഇഷ്ടം. നമ്മൾ ഈ ക്ലാസ് കേട്ടിരുന്ന് കേൾക്കാനുള്ള മൂടൊന്നും ഇപ്പോൾ അമ്മമാരായ ആർക്കും ഇല്ല. അപ്പോൾ ഒരു റൂട്ട് ഇങ്ങനെ ക്ലിയർ ചെയ്ത് തരുമ്പോൾ നമുക്ക് സുഖമായിട്ട് എത്താം. എവിടെ എത്തിക്കണോ, ഇവരെവിടെ എത്തിക്കണം എന്ന് ആഗ്രഹിച്ചോ അവിടെ നമ്മൾ എത്തിയിരിക്കും. അതാണ് ആ എൻട്രി എന്ന് പറയുന്ന സംഭവം. അത് കറക്റ്റായി കൂടെ വരും.
ഓക്കെ, ആസ് എ മെൻറ്റർ അപ്പം നമുക്ക് ഓൺലൈനിലേക്ക് കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത് മീൻസ് നമ്മുടെ ആസ്പിറൻസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അവിടുത്തെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, ഓൺലൈൻ ചൂസ് ചെയ്യുന്നത് തന്നെ അവർക്ക് സൗകര്യപ്രദമായിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ഇപ്പോൾ സ്റ്റുഡൻസ് ഇപ്പോൾ ഓഫ്ലൈൻ ചൂസ് ചെയ്യുമ്പോൾ കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി പോയി വരാൻ പറ്റില്ല, അവർക്ക് പരിമിതികളുണ്ടാവും. അപ്പോൾ ആ പരിമിതികൾ മാനിച്ചിട്ടാണല്ലോ അവർ ഓൺലൈൻ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ എത്രമാത്രം നമ്മൾ എന്താ പറയുക ഫ്രണ്ട്ലി ആയിട്ട് നല്ല റാപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാമോ അത്രയും അവർക്കൊരു ഓഫ്ലൈൻ അറ്റൻഡ് ചെയ്യുന്ന ഫീല് കിട്ടാൻ പാകത്തിനുള്ള രീതിയിലാണ് നമ്മൾ ആഴ്ചയിൽ ആക്ടിവിറ്റീസ് കൊടുക്കാറുണ്ട്. വളരെ രസകരമായിട്ടുള്ള ക്ലാസ്സസ്, ഇപ്പോൾ സൈക്കോളജിയും അല്ലെങ്കിൽ മെത്തഡോളജി ഇതൊക്കെ കാണാതെ അരച്ചലക്കി കുടിച്ചാലും ഒരിക്കലും ഒരു ടീച്ചർ ആവാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ കൊടുക്കാറുണ്ട്. എങ്ങനെ കുട്ടികളെ ഡീൽ ചെയ്യണം അതിൻ്റെ ട്രിക്സുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇങ്ങനെയുള്ള ക്ലാസ്സസും ഉണ്ട്. ടെക്സ്റ്റൽ ബേസ്ഡ് ക്ലാസ്സസ് മാത്രമല്ല, ടെക്സ്റ്റ് ബേസ്ഡ് ഇപ്പോൾ പറഞ്ഞ മാതിരി ഇംഗ്ലീഷിലാണ് വരുന്നത്. അത് എത്രമാത്രം ലളിതമാക്കി കൊടുക്കാമോ അത്രയും ലളിതമായിട്ടാണ് നമ്മുടെ ഫാക്കൾട്ടീസ് കൊടുക്കുന്നത്. ഫാക്കൾട്ടീസ് ആണെങ്കിലും വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്, നല്ല രീതിയിലുള്ള ക്ലാസ്സസും ആണ്, കണ്ടിരിക്കാൻ തോന്നും. ഇപ്പോൾ സാധാരണ സൈക്കോളജി ക്ലാസ്സസൊക്കെ ആർക്കും വലിയൊരു ഇഷ്ടമുള്ള ക്ലാസ്സസ് അല്ല. കേട്ടാലും എത്രമാത്രം 10 പ്രാവശ്യം കേട്ടാലും ചിലപ്പോൾ ബൈ ഹാർട്ട് ചെയ്യാൻ പോലും പറ്റില്ല. അപ്പോൾ അത് കണക്ട് ചെയ്ത് എങ്ങനെ പഠിക്കാമെന്നുള്ള രീതിയിൽ വരെയാണ് നമ്മളുടെ ഫാക്കൾട്ടീസ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. പ്ലസ് നമ്മളുടെ അഡീഷണൽ ആയിട്ട് നമ്മൾ കാണുന്നത് ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഒരു ടീച്ചർ ആകണമെങ്കിൽ വേറെ കുറേ ക്വാളിറ്റീസ് വരേണ്ടതുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് അതും കൂടെ എന്താ പറയുക മിക്സ്ഡ് ആക്കി കൊടുത്തിട്ടാണ് ഇവരെ നമ്മൾ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറക്കുന്നത്. അപ്പോൾ അതിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഓരോരുത്തർക്കും ജോലി കിട്ടുന്നു, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ അവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് തന്നെ ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് പഠിച്ചിറങ്ങി, എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു കോഴ്സ് പഠിക്കണം എന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ വന്ന് ചോദിക്കാറുണ്ട്, വിളിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഞാനും ഭയങ്കര ഹാപ്പിയാണ് അതിലൊരു പാർട്ടാകാൻ പറ്റുന്നതിൽ. ഓക്കെ, ഇപ്പോൾ ഓൺലൈൻ TTC എന്ന് പറയുന്നതിനകത്ത് ഇപ്പോൾ മോണ്ടിസോറിയുടേത് പറയുമ്പോൾ 8 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മോണ്ടിസോറി മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെറ്റീരിയൽ നമ്മൾ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ അത് കാണുന്നില്ല അല്ലെങ്കിൽ അതിനെ തൊടുന്നില്ല, അങ്ങനെയുള്ള യാതൊരു വിധത്തിൽ കൈകാര്യം ചെയ്യുന്നില്ല. പക്ഷേ നമ്മളൊരു സ്കൂളിലേക്ക് ചെല്ലുമ്പം നമുക്കിത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇതെങ്ങനെയാണ് ഇവിടെ കവറപ്പ് ചെയ്ത് പോകുന്നത്? നമ്മൾക്ക് പഠിക്കുമ്പോൾ തന്നെ ഇവിടെ മെറ്റീരിയൽസ് ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് അവർ പറഞ്ഞു തരും. പരമാവധി നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അത് ഉണ്ടാക്കാനും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എക്സാമിന് തന്നെ ഈ മെറ്റീരിയൽസ് നമ്മൾ ഉണ്ടാക്കിയ മെറ്റീരിയൽസ് വെച്ചിട്ട് തന്നെയാണ് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് പറയാൻ സുഖമായിട്ട് നമ്മളുണ്ടാക്കിയ സംഭവമല്ലേ, നമുക്ക് പറയാൻ എളുപ്പമാണ്. അതുകൂടാതെ തന്നെ നമുക്ക് യൂട്യൂബിൽ ഓരോ മെറ്റീരിയലിനെ കുറിച്ചിട്ടും നല്ല വൈഡായിട്ട് തന്നെ ക്ലാസ്സുകൾ വേറെ തരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കാണാം. എല്ലാത്തിൻ്റെയും ഇപ്പോൾ 10 മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ആ 10 മെറ്റീരിയൽസ് നമ്മൾ കണ്ടിരിക്കുക, അത് ബൈ ഹാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഇത് വെച്ച് അത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, അത് ഓരോരുത്തരെ ഐഡിയ വെച്ചിട്ട് അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റി മറിച്ചൊക്കെ എടുക്കാം. ഓരോ സ്കൂളിലും ചിലപ്പോൾ ഇത് തന്നെ ആവണമെന്നില്ല കൊണ്ടുവന്ന് വെക്കുന്നത്. പല സ്കൂളിലും പല രീതിയിലാണ് മെറ്റീരിയൽസ് ഉള്ളത്. അപ്പോൾ ഓരോ സ്കൂളിലും എങ്ങനെയാണോ അവർ തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മനോധർമ്മം പോലെ ഇരിക്കും അത് ചെയ്യുന്ന കാര്യങ്ങൾ. അത് വരും. കാരണം നമ്മൾ ഇവിടെ നിന്ന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് കറക്റ്റായിട്ട് ആ മെറ്റീരിയൽ ഏത് മെറ്റീരിയൽ തന്നാലും അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് അവർ സാധിച്ചിരിക്കും. അങ്ങനെ നമ്മുടെ കയ്യിൽ വരുന്ന കുഞ്ഞിനെ അവനൊരു ബോളാണ് കിട്ടിയതെങ്കിൽ ആ ബോൾ വെച്ച് അവനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളത് നമുക്കറിയാം. അത് നമ്മളിവിടെ നിന്ന് ഓൾറെഡി നമ്മൾ അങ്ങനെ പ്രിപ്പയർഡ് ആയിട്ടാണ് അവിടെ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ പുറത്തുള്ള ആളുകൾക്ക് അറിയാത്ത ചില കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ച സംഭവം കൊണ്ടിട്ടിടുമ്പോൾ അവർ ചോദിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ട് ഇതിനകത്ത്, അത് ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് രസം. കാരണം വേറെ കുറേ കാര്യങ്ങൾ നമ്മളവിടെ കണ്ടു, നമ്മുടെ സ്കൂളിൽ കണ്ടു. അപ്പോൾ അതിൽ വെച്ചിട്ട് നമ്മളുണ്ടാക്കിക്കൊണ്ട് ചെല്ലുന്ന സാധനം കാണുമ്പോൾ അവർക്ക് ഇതിന് കൊള്ളാലോ എന്നിട്ട് ഇവിടെ തരുമോ എന്നുള്ള ചോദിക്കുന്ന കുറേ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനോട് വരുന്ന അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഓൾറെഡി ഞങ്ങളൊരു ഫീസ് കൊടുത്തിട്ടാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള മെറ്റീരിയലുകളൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ഞങ്ങളുടെ കയ്യിൽ കൂടുതൽ ഇനിയും ക്യാഷ് ഞങ്ങൾ ചിലവാക്കേണ്ടി വരില്ലേ? ഒരുപാട് എമൗണ്ട് അതിന് വേണ്ടി ചിലവാക്കേണ്ടി വരും. സാധാരണ ഒരു B.Ed ഒരു TTC പ്രോഗ്രാമിന് പോകുന്ന ഒരാൾക്ക് അവർക്ക് വീണ്ടും കുറച്ചധികം ക്യാഷ് ചിലവാക്കേണ്ടത് വരുന്നുണ്ട്. അപ്പോൾ അതേപോലുള്ളൊരു സംഭവമാണോ നമുക്ക് ഇവിടെയും വരുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടില്ല. അത്രയ്ക്ക് വലിയ എമൗണ്ട് ചെയ്തിട്ട് വേണം ഇതിന്ന് പുറത്തേക്ക് വന്ന് നമ്മളത് ചെയ്യാൻ. പിന്നെ നമ്മൾ ചിലർ ഓട്ടോമാറ്റിക് അത് മേടിച്ച് പോവും. കാരണം നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ മക്കളെ എത്രത്തോളം സക്സസ് ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അതിന് നമ്മൾ എന്തൊക്കെ എഫേർട്ട് ഇടും. ഇപ്പം ഞങ്ങളെ ഇത്രയും പേരെ ഒന്ന് പഠിപ്പിച്ച് ഈ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങളുടെ മിസ് എടുത്ത എഫേർട്ട് എത്രയെന്ന് ഞങ്ങൾക്ക് ടീച്ചറായപ്പോഴാണ് മനസ്സിലാവുന്നത്. ആ മിസ്സിൻ്റെ ഭാഗത്തുനിന്ന് എത്രത്തോളം മിസ്സ് കഷ്ടപ്പെട്ടിട്ടുണ്ടാവണം
ഞങ്ങളെ ഇത്രയും വരെ എനിക്കൊക്കെ ഒരു 25 കുട്ടികളൊക്കെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ എൻ്റെ മിസ്സിനെ സംബന്ധിച്ച് ഒരുപാട് ബാച്ചസ്, ഒരുപാട് കുട്ടികളെ ഒരേ ടൈമിൽ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസ് മിസ്സിന് അത്രയും എഫേർട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നും ഇട്ടിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ മിസ്സിന് എന്തായിരിക്കും ഇവിടെ പറയാനുള്ളത്? ഇപ്പോൾ ഡോക്ടർ മരിയ മോണ്ടിസോറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനൊരു മെറ്റീരിയൽ ആദ്യമേ ഉണ്ടാക്കി വെച്ച് തുടങ്ങിയതല്ല. ആളുടെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾക്ക് തൊട്ടടുത്ത് നിയർ ബൈ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ആൾ ഇങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റിലൂടെയാണ് കുട്ടികളുടെ ഗ്രോത്ത് ഉണ്ടാക്കി വന്നിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ കൊടുക്കുക. അപ്പോൾ അതേ മെറ്റീരിയൽ തന്നെ വാങ്ങിക്കുക എന്ന് പറഞ്ഞപ്പോൾ മോണ്ടിസോറി മെറ്റീരിയൽ ഭയങ്കര എക്സ്പെൻസീവാണ്. സോ നമ്മളുടെ ഒരു ലൈഫിൽ നമ്മൾക്ക് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ മെറ്റീരിയൽസ് ഉണ്ടാക്കാം, അതിലൂടെ എങ്ങനെ നമുക്ക് കുട്ടികൾക്ക് പഠിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് വീട്ടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ചാർട്ട്, പേപ്പർ വർക്കുകൾ, സ്റ്റിക്ക് കട്ടിങ്, പേസ്റ്റിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ വരിക. ഇപ്പോൾ നമ്മൾ സാധാ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോഴാണെങ്കിലും കുറച്ച് ചാർട്ട് വർക്കുകളും കാര്യങ്ങളും ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണല്ലോ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് എക്സ്പെൻസ് ആകും എന്ന് പറഞ്ഞിട്ട് അതൊരു ഓവർ ബേർഡൻ ആയിട്ടുള്ള രീതിയിലേക്കൊന്നും വരില്ല. നമ്മൾക്ക് ഒക്കുന്ന രീതിയിലാണ് പഠിപ്പിച്ചു പോകുന്നതും അങ്ങനെയുള്ള ആക്ടിവിറ്റീസാണ് കൊടുക്കാറുള്ളൂ. അങ്ങനെ കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ട് ചെയ്യണം എന്നൊന്നും ഒരിക്കലും നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല. ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന സമയത്തോ? ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോഴാണ് ഈ മെറ്റീരിയൽസ് നമുക്ക് കൂടുതൽ വേണ്ടി വരില്ല. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ വളരെ കുറവാണ് മോണ്ടിസോറി സ്കൂൾസ്. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന സിലബസിൽ മോണ്ടിസോറി പ്ലസ് ഒരു നോർമൽ സ്കൂളിൽ വർക്ക് ചെയ്യേണ്ട ആ ഒരു രീതിയും കൂടെ പഠിപ്പിച്ചിട്ടാണ്. ഇപ്പോൾ പെഡഗോഗിക്കൽ പ്രോസസ്സ് എന്താണ്, ഒരു ലെസൺ പ്ലാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ മോണ്ടിസോറിയിൽ ഒരു മോണ്ടിസോറി സ്കൂളിൽ ഈ ലെസൺ പ്ലാൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യകതയൊന്നുമില്ല. നമുക്ക് ഓൾറെഡി വേറൊരു റെക്കോർഡിക്കലായിട്ട് വേറെ കുറേ പ്രോസസ്സുകളാണ്. സോ അങ്ങനെ അവർ അത് മാത്രം ഒരു മോണ്ടിസോറി TTC മാത്രം പഠിപ്പിച്ച് അവരെ ഇറക്കി വിട്ട് ഏതെങ്കിലും മോണ്ടിസോറി സ്കൂളിൽ കയറി എന്ന് വിചാരിക്കുകയല്ല നമ്മൾ ചെയ്യണം. പകരം ആ കുട്ടി വേറെ ഏത് സ്കൂളിൽ പോയാലും ആ കുട്ടിയുടെ ബെസ്റ്റ് പെർഫോം അവിടെ ചെയ്യാൻ പറ്റണം. അതിന് ആ കുട്ടിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം എന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാറുണ്ട്. സോ ഒരു സാധാ പ്രീ സ്കൂളിൽ പോയാലും ആ കുട്ടിക്ക് പറ്റണം. അപ്പോൾ അതിനുള്ള ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച മെറ്റീരിയൽസ് എങ്ങനെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ പിക്ചർ കാർഡുകൾ, അല്ലെങ്കിൽ ഒരു ചാർട്ടിൽ എങ്ങനെ നമ്മൾക്ക് പഴയ ബുക്സുകൾ ഉണ്ടാവും, അതിൽ തന്നെ കുറേ പിക്ചേഴ്സ് കിട്ടും, അത് കട്ട് ആൻഡ് പേസ്റ്റ് അങ്ങനെയുള്ള ഐഡിയാസൊക്കെയാണ് നമ്മൾ കൂടുതലും കൊടുക്കാറ്. ഓക്കെ. ടീച്ചറും ടീച്ചിങ് പ്രാക്ടീസിന് പോയ സമയം എങ്ങനെയുണ്ട്? എത്ര ദിവസമാണ് നമ്മൾ അതിൻ്റെ പ്രാക്ടീസിന് പോയത്? ഞാൻ 15 ദിവസം പോയി. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ആ ദിവസങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? രസകരമായിട്ടുള്ള എക്സ്പീരിയൻസുകളാണ്. കുഞ്ഞു കുട്ടികളുടെ കൂടെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഫുൾ ടൈം നമ്മൾ അവരുടെ കൂടെയാണ്. മറ്റുള്ള ക്ലാസ് പോലെ നമുക്ക് എഴുന്നേറ്റ് പോയി അങ്ങനത്തെ ഒരു ഇതില്ല. ഫുൾ ടൈം നമ്മൾ അവരുടെ കൂടെ എൻജോയ് ചെയ്ത് ക്ലാസ് എടുക്കുക എന്നുള്ളതാണ് കുട്ടികളുടെ കൂടെ ഇരിക്കുമ്പോൾ. അപ്പോൾ രാവിലെ നമ്മൾ പ്രയർ ടൈം തുടങ്ങി അവരുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു അമ്മ വന്ന് നമ്മുടെ മോളെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുൾ നമ്മളുടെ കൺട്രോളിലാണ് അവർ. അല്ലെങ്കിൽ തിരിച്ചു പറയാം, അവരുടെ കൺട്രോളിലാണ് നമ്മൾ. അതാണ് സത്യം. നമ്മളുടെ കൺട്രോളിലാണ് നമ്മൾ പോവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളല്ല അവിടെ നടത്തിയെടുക്കുന്നത്. അവരുടെ ആ ഒരു ചെറിയ ഇഷ്ടങ്ങളാണ് നമ്മളിലൂടെ അവർ കൊണ്ടുപോവുക. അതിൽ കൂടെ തന്നെ നമ്മൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഇപ്പോൾ സ്പൂൺ ഫീഡ് പോലെ ഓരോന്ന് കൊടുക്കേണ്ടി വരിക. അതുപോലെ തന്നെ അവർ സ്വയം ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനായിട്ട് പഠിക്കുക. അത് നമ്മൾ ചെയ്യിപ്പിക്കും. അതും വളരെ രസകരമായ രീതിയിൽ തന്നെ അവരെ കൊണ്ട് നമ്മളത് ആ ഒരു സ്റ്റേജിലേക്ക് LKG പോകുന്ന കുട്ടി എനിക്ക് ചോറും പാത്രം അടയ്ക്കാൻ അറിയില്ല എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്ന് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പ് വെക്കുക. അതെ, മോണ്ടിസോറി എന്ന് പറയുന്ന ഒരു ടീച്ചിങ് രീതിയും ഇത് തന്നെയല്ലേ, കുഞ്ഞുങ്ങളെ ഇൻഡിപെൻഡന്റ് ആക്കുക എന്നുള്ളതാണ്. അതെ, അതിന് നമ്മളൊരു സപ്പോർട്ടീവ് സിസ്റ്റം ആയിട്ടാണല്ലോ ടീച്ചേഴ്സ്. നമ്മൾ അവിടെ ഒരു ഗൈഡായിട്ട് നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കുട്ടികളെ എങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആക്കി മാറ്റാം, നാളത്തെ സമൂഹത്തിൽ എങ്ങനെ നല്ലൊരു വ്യക്തിത്വമുള്ള കുട്ടികളാക്കാം എന്നുള്ളതാണ് മെയിൻ മോട്ടീവായിട്ട് വരുന്നത്. ഓക്കെ. അവിടെ ഒരു ചോദ്യം നമുക്ക് സ്ഥിരം വരാറുള്ളതാണ്, പ്രീ പ്രൈമറി TTC വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് എങ്ങനെയാണ് മോണ്ടിസോറി TTC വ്യത്യസ്തമായി നിൽക്കുന്നത് എന്നുള്ളത്? മെയിൻലി ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്. അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസാണ്. ഇപ്പോൾ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയില്ലേ ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയും. അപ്പോൾ ഒരു കുട്ടി ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ തൊട്ട് ആ കുട്ടീനെ ശീലിപ്പിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ ഒരു ശീലങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത്. നമ്മുടെ മോണ്ടിസോറിയിൽ ടെക്സ്റ്റ് ബുക്കുകളില്ല. പകരം വേറെ 5 ഏരിയാസിലൂടെയാണ് പോകുന്നത്. ഒന്ന് സെൻസോറിയലാണ്, ഒന്ന് EPL ആണ്. EPL എന്ന് പറഞ്ഞാൽ എക്സസൈസ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ്. ഒരു കുട്ടിയുടെ ദിനചര്യത്തിൽ ആ കുട്ടി ചെയ്യേണ്ട എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണോ അത് എത്രമാത്രം ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് കൊടുക്കാമോ അത് നമ്മൾ സ്കൂളുകളിൽ കൊടുക്കുകയാണ്. അതിലൂടെ ആ കുട്ടി ഇൻഡിപെൻഡൻ്റ് ആയി മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് അരിത്തമെറ്റിക് ആണ്, മാത്സ് റിലേറ്റഡ് ആയിട്ട്. പിന്നെ ലാംഗ്വേജ്,
പിന്നെ കൾച്ചറൽ എന്ന് പറയുമ്പോൾ എൻ്റർടൈനിങ് ആയിട്ട് വരുന്നതും, പിന്നെ അഡീഷണൽ നമ്മൾ ജോഗ്രഫി, ബോട്ടണി, സുവോളജി അതിൻ്റെയൊക്കെ ബേസിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് നമ്മുടെ ആ ഒരു സിസ്റ്റം പോകുന്നത്. അപ്പോൾ സാധാ ഒരു പ്രീ പ്രൈമറി TTC പഠിച്ചാൽ ഇത്രയും കാര്യങ്ങൾ അറിയില്ല, ഇത്രയും ഐഡിയോളജി ആയിട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതിൻ്റെ ഒരു ഭയങ്കര ഡിഫറൻസ് ആണ്. പിന്നെ ആസ് പെർ NEP റൂൾ പ്രകാരം ഇപ്പോൾ മോണ്ടിസോറി TTC വളരെയധികം ഫോക്കസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇനി വരുന്ന സ്കൂളുകളിലും ഈ ഒരു ടീച്ചേഴ്സ്, ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ ആയിരിക്കും പ്രിഫർ ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സ് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ TTC പഠിച്ചാലും എനിക്കായും ബെറ്റർ മോണ്ടിസോറി TTC എടുക്കുന്നതായിരിക്കും എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ വാല്യൂഡ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഈ ഒരു കോഴ്സ് തന്നെയാണ്. ഓക്കെ, ഇത് പഠിച്ചതിൻ്റെ കാര്യം ഇപ്പോൾ ടീച്ചിങ് പ്രാക്ടീസിങ്ങിനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം ഇതുപോലെ പരീക്ഷയുടെ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ സർട്ടിഫിക്കേഷനിലേക്ക് വരണമല്ലോ. സർട്ടിഫിക്കേഷൻ വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയോ? സർട്ടിഫിക്കേഷൻ ബുദ്ധിമുട്ടില്ല. നമ്മൾ എക്സാം വെച്ചാൽ ആ ടൈം ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കേണ്ടി വന്നു. കാരണം നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ടാണല്ലോ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പേടി, നമുക്ക് അത്രത്തോളം എഴുതാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ, ഇത്ര മണിക്കൂർ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ, ഇരുന്ന് എന്താവും. കാരണം പലർക്കും ബോഡി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ എക്സാമിന് അങ്ങനെ വിചാരിച്ചിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു 5 മന്ത് കഴിഞ്ഞ് തുടങ്ങിയിട്ട് എക്സാമിൻ്റെ ആ ഒരു ചൂട് വന്നു തുടങ്ങി. അപ്പോൾ തുടങ്ങി ഞങ്ങൾക്ക് ഒരു എക്സാമിൻ്റെ 3 ടൈപ്പായിട്ടാണ് എക്സാം വരുന്നത്. മോക്ക് ടെസ്റ്റ്, ആദ്യം ഓപ്പൺ ടെസ്റ്റ് വന്നു. അപ്പോൾ നമ്മളെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് എഴുതിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ പലരും നമ്മളിവർ പറയുന്ന ആ ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്ത് പോയാൽ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ടെസ്റ്റ് വന്നു, നമ്മൾ ആ ഒരു ടൈമിൽ ഇത്ര ടൈമിൽ തരും, ആ ടൈമിൽ തന്നെ എഴുതി തീർക്കാൻ പറഞ്ഞു. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നു, പേടിയില്ലാണ്ട് നമ്മളോട് നോക്കി എഴുതിക്കോളാൻ പറഞ്ഞു. സിമ്പിളായിട്ട് നോക്കി എഴുതി, കുഴപ്പമില്ല. നമ്മൾ ആ മണിക്കൂർ, അത് ടൈം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അത്രയും ടൈം ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇരുന്നാൽ തന്നെ ആ ടൈമിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ കവറപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ, ഇതറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഓപ്പൺ ടെസ്റ്റ് തരുന്നത്. അത് കഴിഞ്ഞ് നമ്മളുടെ അടുത്ത് കുറച്ച് ദിവസങ്ങൾ ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് മോക്ക് ടെസ്റ്റ് തരുകയാണ്. അതെന്ന് വെച്ചാൽ എങ്ങനെയാണ് മെയിൻ എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഈ മോക്ക് ടെസ്റ്റ് തരുന്നത്. അത് ഭയങ്കര പേടിയോടെ കാണുന്ന ആളുകളുമുണ്ട്. എന്തായിരിക്കും ഈ സംഭവം എന്ന് ആലോചിച്ചിട്ട് ഞങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ചർച്ചയായിരുന്നു. ദൈവം എന്തായിരിക്കും നാളെ ഉണ്ടാവാൻ പോണേ, ആരായിരിക്കും ഞങ്ങൾ, എന്തായിരിക്കും ചെയ്യാൻ പോണേ, ഭയങ്കര ടെൻഷനായിരുന്നു. അത് കഴിഞ്ഞ് അത് വലിയ നല്ല ഉടുപ്പൊക്കെ ഇട്ട് വന്നിരിക്കേണ്ടി വരും. ഈ ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് പരീക്ഷ എഴുതുമ്പോൾ ഇവർ നമ്മൾ എങ്ങനെയൊക്കെ വാച്ച് ചെയ്യുക, ബാക്ക് ഒക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ഭയങ്കര ടെൻഷനാണ്. പക്ഷേ കറക്റ്റ് ഇവർ മിസ്സുമാർ നമ്മളെ അതിൽ നിന്ന് ഫോക്കസ് ചെയ്ത് നോക്കി ഓരോരുത്തരെയും അവർ മൈന്യൂട്ടായിട്ടുള്ള ചലനങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ നമ്മളോട് അവർ വളരെ കുഴപ്പമില്ല, നമുക്ക് പേടിയില്ലാത്ത രീതിയിൽ നമ്മളോട് ഓരോ ക്വസ്റ്റ്യൻ കാണിച്ചു തരും. ആ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാനുള്ള ഓപ്ഷൻ അവർ തരും. പറയുന്ന കാര്യങ്ങൾ സൈലൻ്റ് ആയിട്ട് ഇരുന്ന് കേട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അതല്ല നമ്മൾ ഓൺലൈനാകുമ്പോൾ കുറേ അങ്ങനെ ശബ്ദത്തിൻ്റെ കുറേ ഇഷ്യൂസ് വരുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ടൈമിന് ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞാൽ അത് പോവും. അത് നമ്മൾ സ്വയം പഠിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതെല്ലാവരോടും, ഇനി വരുന്ന ബാച്ചിലുള്ള കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, ശബ്ദമില്ലാതെ ഇരിക്കാൻ പറഞ്ഞാൽ നമ്മളവർ പറയുന്നത് കേൾക്കുക. ശബ്ദമില്ലാണ്ടിരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ വരുന്ന കറക്റ്റ് ടൈമിൽ നമുക്ക് എഴുതാനുള്ള ഓപ്ഷൻ അവർ തരുന്നുണ്ട്. നമ്മളടുത്തൊരു പേപ്പർ വെച്ചിട്ട് അത് എഴുതിയെടുക്കുക. ക്വസ്റ്റ്യൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ അടിക്കണ്ടല്ലോ. ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്തുണ്ട്, ഇത് ഇത്ര എഴുതാൻ പറ്റുള്ളൂ, അപ്പോഴും ടെൻഷൻ അടിക്കണ്ട. അവസാനം ഒരു 2-4 മിനിറ്റ് നമുക്ക് വീണ്ടും അവർ തരുന്നുണ്ട് എക്സാം കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അയ്യോ എനിക്ക് എഴുതാൻ പറ്റിയില്ല എന്നുള്ള ടെൻഷൻ അടിക്കണ്ട. ഒന്നും ടെൻഷൻ അടിച്ച് ചെയ്യില്ല, സമാധാനത്തിൽ ചെയ്തു പോയാൽ. ആ ടെസ്റ്റ് അത് കഴിയുമ്പോൾ തന്നെ, മോക്ക് ടെസ്റ്റ് കഴിയുമ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ ഒന്ന് റിലാക്സായി, നമുക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻറ്റ്. പിന്നെ മെയിൻ എക്സാം വന്നു, നമ്മളത് ചെയ്തു. അതിന് ശേഷം വൈവേ വരും. വൈവയാണ് എനിക്ക് തോന്നുന്നത് മറ്റേ എക്സാമിനേക്കാളും കുറച്ചും കൂടെ ഒരു ടെൻഷൻ അടിച്ച് ചെയ്തത് വൈവയാണ്. ബാക്കിയുള്ളതൊന്നും നമുക്ക് ഭയങ്കര കൂളായിട്ട് നമ്മൾ ചെയ്തു. അതായത് പറഞ്ഞ് കേട്ടത് കൊണ്ട് ബൈ ഹാർട്ട് ചെയ്തിട്ട് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എഴുതാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ക്ലാസ് കേട്ടത് വെച്ചിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സംഭവങ്ങൾ എഴുതിയാലും മാർക്കാണ്, ബൈ ഹാർട്ട് എഴുതിയാലും മാർക്കാണ്. പിന്നെ വരുന്നത് വൈവയാണ്.
ഒരു ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് വൈവയാണ്. എന്നാലും കുഴപ്പമില്ല. അതിനും നമുക്ക് ഇവർ 2, 3, 4 ക്ലാസ്സുകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട് ടൈപ്സ് ആയിട്ടാണ് വൈവ ഉണ്ടാവുക. 2 ടൈപ്പിനും 2 രീതിയിലുള്ള ക്ലാസ്സുകളും പല ദിവസങ്ങളായിട്ട് നമുക്ക് ഗൂഗിൾ മീറ്റ് വെച്ച് തന്നെ സാറായാലും മിസ്സായാലും നമ്മുടെ കൂടെ ഇരുന്ന് നമുക്ക് അതിന് വേണ്ട പ്രിപ്പറേഷൻസ് തരുന്നുണ്ട്. അത് കേട്ട് നമുക്ക് നമ്മളെ വീഡിയോകൾ ഇട്ട് തരും. അത് മുഴുവൻ കാണുക. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യും. പിന്നെ ടൈമിൻ്റെ പ്രശ്നമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജോലി മറ്റുള്ള കാര്യങ്ങളുടെ ടൈമിൻ്റെ പ്രശ്നം വരുമ്പോഴാണ് എന്തെങ്കിലും ഇഷ്യൂസ് വരും. ഇത് രണ്ടും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സക്സസ് ആയി. ഇവിടെ നമ്മൾ പഠിച്ചുകൊണ്ട സമയത്ത് മറ്റെന്തെങ്കിലും ജോലി പാരലി ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്? ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. ഞാൻ രാത്രികളിലൊക്കെയാണ് ക്ലാസ്. ചിലപ്പോൾ 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴാണ് ഓൺലൈനിൽ എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ ക്ലാസ്സിന്. ആ സമയത്ത് ഞാൻ കേൾക്കും. പിന്നെ പലപ്പോഴും എൻ്റെ മിസ്സിനെ ഞാൻ ഓർക്കം കളഞ്ഞിട്ടുമുണ്ട്. മെസ്സേജ് അയച്ചിടും, എന്ത് ചെയ്യും. കൂടുതലും പേടിയാണ് ഞാൻ പറയാറ്. എൻ്റെ വിഷമങ്ങളാണ് ഞാൻ പറയാറ്. പഠിക്കുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു വളരെ കുറച്ചേ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടാവും. അതിൽ കൂടുതലും ഞാൻ എൻ്റെ പേടിയാണ് ഷെയർ ചെയ്യുക. എന്ത് ചെയ്യും, ഇനി എന്താണെന്ന് ചോദിച്ചിട്ട്. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര കൂളായിട്ട് ഒന്നും പേടിക്കണ്ട, ഞാനില്ലേ കൂടെ, ഞാൻ ഉണ്ടായിരുന്നു അവസാനം വരെ. ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ മിസ്. ഓക്കെ. ഇവിടെ അടുത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണല്ലോ ഒരു കോഴ്സ് പഠിക്കുക എന്നുള്ളൊരു ശ്രമത്തിലേക്ക് വന്നത്. എത്ര നാളത്തെ ഏകദേശം ഗ്യാപ്പ് ഉണ്ടായിരുന്നു? ഞാൻ 2006 പഠനം നിർത്തിയിട്ട് പിന്നെ തുടങ്ങിയത് 2023 ജനുവരിയിലാണ്. ഇങ്ങനൊരു കോഴ്സിന് വേണ്ടിയിട്ട് കുത്തിയിരുന്ന് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. അപ്പോൾ അത്രയും ഗ്യാപ്പ് ഉണ്ടായിരുന്നു എനിക്ക്. ഒരു 16 വർഷക്കാലത്തെ ഗ്യാപ്പ്. 16 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഒരു അതിൻ്റെതായ ഒരു പേടി, ഭയങ്കരമായ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. ഇനി ഒരു പുസ്തകമൊക്കെ എടുത്തു വെച്ച് തുറന്നിരുന്ന് പഠിക്കാൻ ഉറങ്ങുമോ, അല്ലെങ്കിൽ അത് തലയിൽ കയറുമോ എന്നൊക്കെ ഉള്ള ഒരു വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പഠിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ലല്ലോ, വെറുതെ അല്ല. കുറേ പേരിങ്ങനെ ഇപ്പോൾ കല്യാണത്തിന് ശേഷം പഠിക്കുന്ന ആളുകളുണ്ടല്ലോ, അപ്പോൾ അവരെ കാണുമ്പോൾ ഞാനും വിചാരിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ ഇവരിതൊക്കെ പഠിക്കണോ പോകുന്നത്. പക്ഷെ ഇത് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി കുഴപ്പമില്ല, നമുക്കും സാധിക്കും, ഇത്തിരി മെനക്കെടണമെന്നേ ഉള്ളൂ. അത് എന്തായാലും ബുദ്ധിമുട്ടാണ്ട് പറ്റില്ലല്ലോ, അതിന് ഫ്രീ ആയിട്ടൊന്നും ചെയ്തു തരില്ല. അപ്പം നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ആഗ്രഹം, എല്ലാത്തിനും അടിസ്ഥാനം ആഗ്രഹമാണ്. ആഗ്രഹം ഉണ്ടോ അത് നേടിയെടുക്കാൻ ഇവർ കൂടെ ഉണ്ടാവും. അതേപോലെ ഇപ്പം നമ്മുടെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ കുട്ടികളും പറയാറുണ്ടാവുമല്ലോ ഈ ഒരു പ്രശ്നം, ഞങ്ങൾക്ക് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്നുള്ള പരാതികൾ വരുന്നുണ്ടോ? എക്സാംസും ആയിക്കോട്ടെ അല്ലാതെ ക്ലാസ്സും ആയിക്കോട്ടെ, അങ്ങനെയുള്ള പരാതികൾ വരാറുണ്ടോ? ഇല്ല, നമ്മൾ റെക്കോർഡഡ് സെഷൻസ് ആണ് മൺഡേ ടു ഫ്രൈഡേ നമ്മൾ കൊടുക്കാറ്. സോ അത് അവർക്ക് ഇഷ്ടമുള്ള സമയത്തിരുന്ന് കാണാനുള്ള അവൈലബിലിറ്റി ആണ്. നമ്മൾ ആപ്പ് ത്രൂ ആണ് വീഡിയോസ് കാണിക്കാറ്. അതിന് ശേഷം നമ്മൾ വീക്ക്ലി വൺസോ അല്ലെങ്കിൽ ഒരു 2 വീക്സ് കൂടുമ്പോൾ ടെക്സ്റ്റുവൽ ബേസ്ഡ് ഡിസ്കഷൻ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടിരിക്കുന്ന പോർഷൻസിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. അതേപോലെ ആ ഒരു യൂണിറ്റിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണോ അതും ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആ ടെക്സ്റ്റ് ബുക്കിൽ ഏത് കണ്ടന്റിൽ നിന്ന് കിടക്കുന്നു എന്നുള്ള കാര്യവും നമ്മൾ അഡീഷണൽ ആയിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എക്സാമിൻ്റെ സമയമാകുമ്പോൾ അത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ എക്സാംസ് വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. OTBA ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് എക്സാമാണ്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്യും. അതിനുശേഷം ആ ഒരു 2.5 മണിക്കൂറിനുള്ളിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കുന്നുണ്ടോ, ആ ഒരു ടൈം മാനേജ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ആ ടെക്സ്റ്റ് ബുക്ക്, ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ ടെക്സ്റ്റ് ബുക്ക് തുറക്കാത്തവരുണ്ടെങ്കിൽ അതിടയ്ക്കൊന്ന് തുറന്ന് നോക്കി ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എവിടെ കിടക്കുന്നു എന്നുള്ള കാര്യം കൂടെ നോക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് അങ്ങനെ ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം കൊടുക്കുന്നത്. രണ്ടാമത് നമ്മൾ മൈക്രോ ടെക്സ്റ്റ് എക്സാം എന്ന് പറയുക. അത് 1-2 യൂണിറ്റിൽ നിന്ന് മാക്സിമം വരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇത് രണ്ടും പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്ത ഒരു കുട്ടിക്ക് എന്തായാലും പാസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിലെബോ നല്ല മാർക്കോടുകൂടി ജയിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ. പിന്നെ ഫൈനൽ എക്സാം, മൈക്രോ എക്സാം നടത്തുന്നത് ശരിക്കും യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു ഫൈനൽ എക്സാം നടത്തുന്നത് ആ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് നടത്തുന്നത്. പക്ഷേ ടൈം ലിമിറ്റ് 45 മിനിറ്റ്സിനുള്ളിൽ തീർക്കുന്നു എന്നുള്ളത്. പക്ഷേ അതെങ്ങനെ PDF ആക്കണം, അതെങ്ങനെ അയക്കണം, ആ ഒരു രീതിയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാം എഴുതുന്നത് ശരിക്കും ഓഫ്ലൈൻ അറ്റൻഡ് ചെയ്യുന്ന അതേ ഒരു ഫീൽഡിൽ തന്നെയാണ് നമ്മൾ എക്സാം കാണുന്നത്. ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടാവും, 1-ൽ കൂടുതൽ ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടാവും. അവർ എക്സാം എഴുതുന്ന കോപ്പി അടിക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ അവർ എഴുതിയിരിക്കുന്ന പേപ്പർ സ്കാൻ ചെയ്ത് അത് കോപ്പി ആക്കിയിട്ട് വാട്സപ്പ് ത്രൂവോ അല്ലെങ്കിൽ മെയിൽ ത്രൂവോ ഇൻവിജിലേറ്ററിന് അയക്കണം. അതിനുശേഷം ഇവർ എഴുതിയിരിക്കുന്ന പേപ്പർ പോസ്റ്റൽ വഴി
അവർ നമ്മുടെ സർട്ടിഫിക്കേഷൻ ചെയ്യുന്ന ടീമിന് അയച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇത് രണ്ടും ടാലി ചെയ്തിട്ടാണ്, ഇത് രണ്ടും സെയിം ആണോ, എന്തെങ്കിലും മൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ടോ, ഇതൊക്കെ ഒബ്സർവ് ചെയ്ത ശേഷമാണ് നമ്മൾ ഇവാലുവേഷൻ നടത്തുന്നത്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് മറ്റുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അത്രമാത്രം നമ്മൾ സീരിയസ് ആണ് ഈ ഒരു കാര്യം പഠിപ്പിച്ചവരെ ഇറക്കുന്നതിൽ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പേടിക്കാൻ പാകത്തിനായിട്ടൊന്നുമില്ല, സിമ്പിളായിട്ട് പഠിച്ചാൽ നമുക്ക് ജയിക്കാൻ പാകത്തിനുള്ള മാർക്ക് കിട്ടും എന്നുള്ളത് ഷുവറാണ്. പക്ഷേ ഇത്രയും ഇപ്പം പല സ്ഥാപനങ്ങളും ഓൺലൈനായിട്ട് നടത്തുന്നെങ്കിലും കോപ്പി അടിച്ചും പല കേസസ് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇതിൽ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു സപ്പോർട്ടിങ് നമ്മൾ കൊടുക്കുന്നില്ല, അങ്ങനത്തെ ഒരു രീതിയിലുള്ളത്. ഒരു കൃത്യമായിട്ട് പഠിച്ചു തീർത്തിട്ടാണ് എക്സാമിലേക്ക് വരുന്നത് എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യുന്നത്. അതാണ് ഞാൻ സാർ. ഓക്കെ, ഇതുപോലെ തന്നെ ഒപ്പം ഒരു ജോലിക്ക് ശ്രമിക്കുന്ന സമയത്ത് ഇപ്പോൾ ഓൺലൈനായിട്ട് പഠിച്ചതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു മാറ്റി നിർത്തപ്പെടുകയോ അല്ലെങ്കിൽ അതിനൊരു വാലിഡിറ്റി കുറവാണ് എന്നൊക്കെയുള്ളൊരു മീൻസ് ആ രീതിയിൽ എന്തെങ്കിലും നമ്മുടെ അപ്രോച്ച്? ആക്ച്വലി ഈ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന സമയത്ത് ചില കുട്ടികൾ അത് നേരിടാറുണ്ട്. നിങ്ങൾ ഓൺലൈൻ പഠിച്ചതല്ലേ, അപ്പോൾ ലൈവ് നിങ്ങൾക്ക് മെറ്റീരിയൽ ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽ കിട്ടാതെ നിങ്ങൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ അവിടെ കുട്ടികൾ നല്ല സ്മാർട്ടായിട്ട് പറയും, സാർ എന്നാൽ എനിക്കൊരു മെറ്റീരിയൽ ഞാൻ പ്രസൻറ്റ് ചെയ്ത് കാണിക്കാം, അല്ലെങ്കിൽ സാർ ഏതെങ്കിലും മെറ്റീരിയലിനെ കുറിച്ച് ചോദിച്ചോ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കുട്ടികൾ അങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് തോന്നും അപ്പോൾ ഇത് ഇവർക്ക് എങ്ങനെ ഇത് കിട്ടുക. ദെൻ അങ്ങനെ വന്നിട്ട് ചില പ്രിൻസിപ്പൽ ചില ടീച്ചേഴ്സ് എന്നെ വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് അപ്പോൾ ഇത്രമാത്രം ഓൺലൈൻ ആകുമ്പോൾ എങ്ങനെയാണ് ഈ മെറ്റീരിയൽസ് കുറിച്ച് ഇത്ര അവെയർ ആയിട്ട് ഇവർക്ക് കിട്ടുന്നത്. ടീച്ചിങ് പ്രാക്ടീസിന് പോയവർ തന്നെ പോയ സ്കൂളിലെ ചിലപ്പോൾ ടീച്ചേഴ്സ് തന്നെ നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഓൺലൈൻ ആകുമ്പോൾ എങ്ങനെയാണ് മെറ്റീരിയൽ പ്രസൻറ്റേഷൻ കാണിക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു കണ്ടിന്യൂസ് ടൈമിലേക്ക് ഓരോ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 5 ഏരിയാസിലൂടെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, ആ 5 ഏരിയാസിൻ്റെ മെറ്റീരിയൽ പ്രസൻറ്റേഷൻസ് മൊത്തം നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്, മെറ്റീരിയൽസ് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്, ഇതൊക്കെ പറയുന്നുണ്ട്. ഇനി നമ്മൾ ലൈവായിട്ട് എത്രമാത്രം കുറച്ചും കൂടെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് കൊടുക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചും കൂടെ എത്രമാത്രം ഇവർക്ക് കുറച്ചും കൂടെ വിസിബിൾ ആക്കാൻ പറ്റുമോ അത്രയും വിസിബിൾ ആക്കാനും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെ നിരവധി വനിതകളാണ് എൻട്രി മോണ്ടിസോറി അക്കാഡമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സുമ ടീച്ചറിനെ പോലെ 75ഓളം പേര് ഇപ്പോൾ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇനിയും അവിടെ എണ്ണങ്ങൾ കൂടട്ടെ, കൂടുതൽ ആൾക്കാർ മുന്നോട്ട് വരട്ടെ. മടിച്ചു നിൽക്കുന്ന, വീട്ടിൽ അകപ്പെട്ട് നിൽക്കുന്ന, ഇനിയും എന്തെങ്കിലും തനിക്ക് ആവണം എന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന ലേഡീസിനോടാണ് പറയുന്നത്, ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നുള്ളൂ. എൻട്രി മോണ്ടിസോറി അക്കാഡമി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. താങ്ക് യു.